നമസ്കാരം. പാലസ്തീനിലെ ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള ഹമാസ് വീണ്ടും ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2023 ഒക്ടോബർ മാസം 7-ാം തീയതിയാണ് ഹമാസ് വലിയ ഒരു ഭീകരാക്രമണം ഇസ്രായേലിൽ നടത്തിയത്. കരമാർഗവും കടൽ മാർഗവും അതോടൊപ്പം തന്നെ വ്യോമമാർഗവും നടത്തിയ ആക്രമണത്തിൽ 1500-ന് മുകളിൽ ഇസ്രായേൽ പൗരന്മാരാണ് അന്ന് കൊല ചെയ്യപ്പെട്ടത്. അന്ന് തന്നെ ഇസ്രായേൽ ഹമാസിനെതിരെയുള്ള യുദ്ധം ആരംഭിക്കും. യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ആരംഭിച്ചത്. ഇത് ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇസ്രായേലിന് നേരെ ഇപ്പോൾ ഹമാസ് നടത്തിയിരിക്കുന്ന മറ്റൊരു ആക്രമണത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. നിരന്തരമായിട്ട് പല അൽ ജസീറ അടക്കമുള്ള ലോകത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ എല്ലാവരും തന്നെ ഇസ്രായേൽ നിരന്തരമായിട്ട് പാലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യോമാക്രമണങ്ങളെ കുറിച്ച് നിരന്തരമായിട്ട് വാർത്തകൾ ഇടുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇത് കുറെ മാസങ്ങൾക്ക് ശേഷം ആദ്യമാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു ആക്രമണം ഇപ്പോൾ ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ഏറ്റവും മുഖ്യമായിട്ട് ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രങ്ങളും തന്നെ ഈ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലോക കോടതിയടക്കം പറഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് ഹമാസ് പോലെയുള്ള ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിൽ നിന്ന് വീണ്ടും ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ രീതിയിൽ സന്തോഷിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്. ഇപ്പോഴും ഹമാസിന്റെ ഭീകരവാദ സങ്കേതങ്ങൾ പാലസ്തീനിൽ ഉണ്ട് എന്നും അതാണ് തങ്ങൾ ആക്രമിക്കുന്നത് എന്നുള്ള രീതിയിൽ അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് വളരെ ഗുണകരമാകും എന്നുള്ളത് മാത്രം പറയുള്ളൂ. പക്ഷെ മറ്റൊരു കാര്യം, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിരന്തരമായിട്ട് ഹമാസിനോട് പ്രേമമുള്ള ആരാധകർ നിരന്തരമായിട്ട് ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ ആഹ്ലാദം പറയുന്നുണ്ട്. ഇപ്പോ ഇറാൻ ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തിയ സമയത്തും അതോടൊപ്പം തന്നെ ഈ ഒക്ടോബർ മാസം 2003 7-ാം തീയതി ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തോട് എല്ലാം തന്നെ വലിയ ആഹ്ലാദിപ്പ് നടത്തിയ ഇവിടെയുള്ള ഈ ഹമാസ് കുഞ്ഞുങ്ങൾ എല്ലാവരും തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു വിഷയത്തോടു കൂടി ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണത്തിന്റെ ആ ഒരു ആഘാതം എത്രത്തോളം ആയിരിക്കും എന്നുള്ള അവർക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച് എല്ലാവിധ ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ശത്രുവിനെ നേരിടുന്നത്. അതൊരു തർക്കമില്ല. ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും അത്യാധുനികമായിട്ടുള്ള പല സാങ്കേതിക സംവിധാനങ്ങളുള്ള ആയുധങ്ങൾ കൃത്യമായിട്ട് ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ളത് അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പല ലോക മാധ്യമങ്ങളും ഇത് കൃത്യമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ഇതുപോലെ എല്ലാ തരത്തിലും സാങ്കേതിക വിദ്യയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് അവരെ ആക്രമിക്കാൻ ചെറിയ ചെറിയ പൊട്ടാസ് പോലെയുള്ള ചെറിയ പടക്കങ്ങൾ പോലെയുള്ള വെടിക്കോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രത്തെ നേരിടാൻ ചെല്ലുമ്പോൾ ഏത് ഭീകരവാദ പ്രസ്ഥാനത്തെ പ്രതിദാനം ചെയ്യുന്ന രാജ്യമാണോ ആ രാജ്യത്തിലെ സാധാരണ ജനങ്ങൾ പിടഞ്ഞു വീണ് മരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കമില്ല. ആ മരണങ്ങളാണ് യഥാർത്ഥത്തിൽ 30,000-ന് മുകളിൽ ആളുകളുടെ ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്. 30,000-ന് മുകളിൽ ആളുകൾ ഈ ഒരു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പാലസ്തീനിൽ മാത്രം മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക എത്രത്തോളം വലിയ തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പാലസ്തീനിലെ ഭീകരവാദ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി അവിടെ നടത്തിയിട്ടുള്ളത്. അവരുടെ അവർ താമസിക്കുന്ന പ്രധാനപ്പെട്ട ടണലുകളെല്ലാം കടൽ വെള്ളം പോലും നിറച്ചുകൊണ്ട് ഭീകരവാദികളെ മുക്കിക്കൊല്ലുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ എടുത്ത ഒരു രാജ്യമാണ് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ നിരന്തരമായിട്ട് ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകരവാദ പ്രസ്ഥാനം എവിടെയെങ്കിലും ഒളിച്ചിരുന്നു കൊണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ പ്രധാനമായിട്ട് ജനവാസ കേന്ദ്രങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതുപോലെ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം ഇതിന്റെ പ്രത്യാഘാതം വളരെയധികം ഗുരുതരമായിരിക്കുന്നു. ഇനി അടുത്തൊരു ആക്രമണം കൂടി നടത്തി ലോക കോടതിയിൽ നിരന്തരമായിട്ട് ഇസ്രായേൽ ഞങ്ങൾ ആക്രമിക്കുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം ഉണ്ടാക്കാനാണ് യഥാർത്ഥത്തിൽ ഹമാസ് എന്ന് പറയുന്ന സംഘടന ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നത്. അപ്പൊ ഏതെല്ലാം തരത്തിൽ ഏത് ലോക രാജ്യങ്ങളുടെ പിന്തുണ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനുണ്ടായാലും ലോക കോടതിയുടെ പിന്തുണ പോലും അവസാന ഘട്ടത്തിൽ ആക്രമണം നിർത്താൻ വേണ്ടി ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് പോലും ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തിനെതിരെയുള്ള പോരാട്ടം അവസാനിപ്പിക്കുന്ന ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങളും ഇസ്രായേലിന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളത് നോക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും അതിശയകരമായിട്ട് കാണേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ മറ്റൊരു കാര്യം, ഇസ്രായേലിന് എതിരെ നിൽക്കുന്ന ഹമാസിനെ പിന്തുണക്കുന്ന ഹമാസിന് സാമ്പത്തികമായിട്ടും ആയുധപരമായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. ഇറാന്റെ ഭാഗത്ത് നിന്ന് പോലും ഇസ്രായേലിനെതിരെയുള്ള പല നീക്കങ്ങളും കൃത്യമായിട്ട് ആയുധം എടുത്തുകൊണ്ട് തന്നെ നേരിട്ട ഒരു രാജ്യം തന്നെയാണ് ഇസ്രായേൽ. ഇസ്രായേലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അടുത്ത കാലത്തെ ആക്രമണങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം, സിറിയയിലെ ഇറാഖിന്റെ പ്രധാനപ്പെട്ട എംബസിക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇറാഖിന്റെ ഏറ്റവും മുതിർന്ന സൈനിക ജനറൽ പോലും കൊല ചെയ്യപ്പെട്ടു
കൊല്ലപ്പെട്ടു. അതിനോടൊപ്പം തന്നെ 18ഓളം ജനറൽമാര് ഈ ഒരു ആക്രമണത്തിൽ അല്ലെങ്കിൽ ഈ നിരന്തരമായിട്ടുള്ള ഇറാഖിനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ആണവായുധ ശാസ്ത്രജ്ഞന്മാര് 40ഓളം അടുത്ത ആളുകളാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്നത്. അപ്പോ ഇസ്രായേലിനെതിരെ ഏത് രാഷ്ട്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം ഉണ്ടായാലും ആ നീക്കത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അതിന് ഏതറ്റം വരെ വേണമെങ്കിലും പോകാൻ തങ്ങൾ സന്നദ്ധരാണ് എന്നുള്ള രീതിയിലേക്കുള്ള നിലപാടുകൾ എടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ ഭീകരവാദത്തിനെതിരെ ശക്തമായിട്ട് നിലകൊള്ളുന്ന ഒരു നേതാവിനെ സംബന്ധിച്ച് ഹമാസ് അവർക്ക് ഒന്നുമല്ല എന്നും ഈ ഹമാസ് നിരന്തരമായിട്ട് നടത്തുന്ന റോക്കറ്റ് ആക്രമണം അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അത് ആകാശത്ത് വെച്ച് തന്നെ തകർത്തെറിയുന്ന രീതിയിലേക്കുള്ള കാഴ്ചകൾ നമ്മൾ പലവട്ടം ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുക എന്നുള്ളത് മാത്രമേ ലോകത്തിലുള്ള മറ്റ് ഹമാസിനെ പിന്തുണക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ ഇപ്പൊ ചെയ്യാനുള്ളൂ. അല്ലാതെ ഈ യുദ്ധത്തിനൊരു അന്ത്യം കാണാനോ അവസാനം കാണാനോ ഇവർക്കാർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള വിഷയമാണ്. പക്ഷെ ഈ സമയത്ത് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണം എത്രത്തോളം ഗുരുതരമായിരിക്കും എന്നുള്ളത് നമ്മൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടു കാണാം എന്ന് മാത്രമേ പറയാം.